SSC GD എക്സാമിന് ആവശ്യമായിട്ടുള്ള റീസണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൊന്നായ ബ്ലഡ് റിലേഷനാണ്. കാരണം കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടു, സാർ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് ഒന്ന് എടുത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, റീസണിങ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം എളുപ്പമുള്ള സാധനങ്ങൾ തന്നെയാണ്. അതായത് 20 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 40 മാർക്സും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ ഒരു ടോപ്പിക്കായ ബ്ലഡ് റിലേഷനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഐഡിയ മാത്രമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള റിലേഷൻസ് തന്നെയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് തരുന്നത് ഓരോ രീതികളിലാണ്. അതായത് ചിലപ്പം സിമ്പലുകൾ ഉപയോഗിച്ചൊക്കെ തരാം, ചിലപ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് ബേസ് ഒക്കെ തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇത് ചില ആളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് വായിച്ച് നോക്കും, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പുകൾ തന്നെ ആയതുകൊണ്ട് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഒന്നും എന്താ പറയുന്നത് റെപ്രസെൻറ്റേഷൻസ് ഒന്നും ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ചില ആളുകൾക്ക് ഇത് കുറച്ച് കൺഫ്യൂഷനാണ്. അത്തരം ആളുകൾക്ക് ഇത് ചെയ്യാനുള്ളൊരു വഴിയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഒരു ചില സിമ്പലുകൾ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിമ്പിൾസ് എന്തൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് എടുത്താൽ അതിൽ പ്ലസ് എന്ന് പറയുന്നത് മെയിലാണ്. മെയിൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുപോലെ മൈനസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫീമെയിലിനെയാണ്. ഓക്കെ, ദെൻ ഈ റിലേഷൻഷിപ്പിൽ മറ്റ് പ്രാധാന്യമുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡബിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡ് വൈഫിനെയാണ്. ഓക്കെ, ഹസ്ബൻഡ് വൈഫിൽ നിന്നാണല്ലോ ബാക്കി എല്ലാ റിലേഷൻസും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം എന്താണ് മദർ, മെയില്, ഫീമെയില്, ഹസ്ബൻഡ്, വൈഫ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രദർ സിസ്റ്റർ, അല്ലേ? ബ്രദറും സിസ്റ്ററും. അതിന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനെ കാണിക്കാനായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ. പിന്നെന്താ ഉള്ളത്, ഒരു ഫാമിലിയിൽ സണ്ണും വരാം, ഡോട്ടറും വരാം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പുകളെയാണ് ഞാൻ എന്ത് ചെയ്തത്, സിമ്പലുകൾ ഉപയോഗിച്ച് കാണിച്ചത്. അപ്പം പ്ലസ് മെയില്, മൈനസ് ഫീമെയില്, ഹസ്ബൻഡ് വൈഫ് ബന്ധം വരികയാണെങ്കിൽ നമ്മൾ ഡബിൾ ലൈൻ ഉപയോഗിക്കും. ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനാണ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ള ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ്, സൺ ഓർ ഡോട്ടർ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ പുരുഷനാണ്. അപ്പോൾ ഞാൻ പ്ലസ് ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്തു. അയാൾക്കൊരു വൈഫുണ്ട്, അതാണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ലൈൻ ഉപയോഗിച്ച് വൈഫ് എന്നുള്ള ബന്ധം കാണിച്ചു. ഓക്കെ, അവർക്കൊരു മകനുണ്ട്. അപ്പോൾ ഞാൻ മകന് പേരില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി എയുടെ അച്ഛനാണ് എക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് മേളിൽ കാണിച്ചു. അപ്പോൾ ഏത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണെന്നൊക്കെ ഈ സിമ്പലിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഇനി എയ്ക്ക് ഒരു മകളും കൂടെ ഉണ്ടെങ്കിലോ ഇങ്ങനെ കാണിച്ചു, കണ്ടോ? അപ്പോൾ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പായി, സൺ ഡോട്ടർ റിലേഷൻഷിപ്പായി, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പായി, ഇങ്ങനെ എല്ലാ റിലേഷൻസും പ്ലസ് മൈനസ് പോലെയുള്ള എല്ലാ റിലേഷൻസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എന്നോടൊപ്പം ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഈ ബ്ലഡ് റിലേഷൻ്റെ ടോപ്പിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആർമി എക്സാംസ് എഴുതുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഫോഴ്സ് എക്സാംസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ചാനലാണ് ദിശ ആർമി എക്സാംസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ബേസ്ഡ് എക്സാം ആഗ്രഹിക്കുന്ന വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ദിശ അക്കാഡമി തുടങ്ങിയിരിക്കുന്ന ചാനലാണ് എന്തെന്ന് പറയുന്നത്, ദിശ ആർമി എക്സാംസ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയേ. നോക്കൂ മക്കളെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് P പെർസെൻറ്റേജ് Q എന്ന് വെച്ചാൽ P ഈസ് ദ ബ്രദർ ഓഫ് Q. P പ്ലസ് Q റെപ്രസെൻറ്റ് ചെയ്യുന്നത് P ഈസ് ദ ഡോട്ടർ ഓഫ് Q. അതായത് ഓരോ സിമ്പലുകൾ ഓരോ റിലേഷൻഷിപ്പുകളെയാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. പെർസെൻറ്റേജ് സിമ്പൽ P ഈസ് ദ ബ്രദർ ഓഫ് Q എന്നുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. പ്ലസ് സിമ്പൽ കാണിക്കുന്നത് P ഈസ് ദ ഡോട്ടർ ഓഫ് Q എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനെയാണ്. ഇസിക്കൽ ടു സിമ്പൽ P ഈസ് ദ സൺ ഓഫ് Q എന്നുള്ളതാണ്. ഹാഷ് സിമ്പൽ P ഈസ് ദ വൈഫ് ഓഫ് Q. അപ്പോൾ Pയും Q എടുത്തുകൊണ്ട് തന്നെ ഈ സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സിമ്പലും ഓരോരോ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ടോട്ടാലിറ്റിയിൽ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്താണ് റിലേഷൻ തന്നിരിക്കുന്നത്? L പ്ലസ് M പെർസെൻറ്റേജ് N ഇസിക്കൽ ടു O ഹാഷ് P.
ലെറ്ററുകളൊക്കെ ഓരോ ലെറ്റേഴ്സാണ്, പക്ഷേ സിമ്പലുകളുടെ ബന്ധം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവസാനം ചോദിക്കുന്നു ഹൗ ഈസ് പി റിലേറ്റഡ് ടു എൽ. പി റിലേറ്റഡ് ടു എൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? എല്ലിൻ്റെ ആരാണ് പി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളിത് വരച്ചു നോക്കിയെങ്കിൽ മാത്രമേ എല്ലിൻ്റെ ആരാണ് പി എന്നുള്ള റിലേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താ, ആദ്യം എൽ പ്ലസ് എം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. എൽ പ്ലസ് എം എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറയുന്ന റിലേഷൻ എന്തിനെ കാണിക്കുന്നു എന്ന് നോക്കുക. എന്താണ് പ്ലസ് കാണിക്കുന്നത്? എൽ പ്ലസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഈസ് ദ ഡോട്ടർ ഓഫ് എം എന്നാണ് അർത്ഥം. എൽ ഈസ് ദ ഡോട്ടർ ഓഫ് എം. ക്ലിയർ ആണേ? എല് ആരുടെ ഡോട്ടറാണ്? എമ്മിൻ്റെ. ഇനി എം പെർസെൻറ്റേജ് എൻ. എന്താ എം പെർസെൻറ്റേജ് എന്ന് കാണിക്കുന്നത്? എം ഈസ് ദ ബ്രദർ ഓഫ് എൻ അല്ലേ? എം ഈസ് ദ ബ്രദർ ഓഫ് എൻ. വളരെ സിമ്പിളാണ്. എം ഈസ് ദ ബ്രദർ ഓഫ് എൻ. പിന്നെന്താണ് അടുത്ത? എന്താ? ഇസിക്കൽ ടു സിമ്പിളാണ്. എന്താണ് ഇസിക്കൽ ടു സിമ്പിൾ കാണിക്കുന്നത്? എൻ നമ്മുടെ എൻ ഒ യു ആയതുകൊണ്ട് ഞാനത് വെച്ചാണ് പറയുന്നത്. എൻ ഈസ് ദ സൺ ഓഫ് ഒ. എൻ ഈസ് ദ സൺ ആണ് ആരുടെ? എൻ ഈസ് ദ സൺ ഓഫ് ഒ. ഓയുടെ സൺ ആണ്. ഇനി എന്താണ്? ഓ ഹാഷ് പി. എന്താണ് ഓ ഹാഷ് പി എന്ന് പറയുന്നത്? ഓ ഈസ് ദ വൈഫ് ഓഫ് പി അല്ലേ? ഓ ഈസ് ദ വൈഫ് ഓഫ് പി. ഓ ഈസ് ദ വൈഫ് ഓഫ് പി. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കാണിച്ചു. എന്നിട്ട് അവസാനം ചോദിക്കുന്നു എന്താ നമുക്ക് അറിയേണ്ടത്? പി റിലേറ്റഡ് ടു എൽ, അതായത് എല്ലിൻ്റെ ആരാണ് പി? എല്ലിൻ്റെ ആരാണ് പി? പറ. എല്ലിൻ്റെ ആരാണ്? എല്ലിൻ്റെ അച്ഛൻ അല്ലേ? എല്ലിൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ബ്രദർ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനും അമ്മയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലിൻ്റെ ആരാണ്? ഫാദറിൻ്റെ ഫാദർ, അതായത് ഫാദേഴ്സ് ഫാദർ അല്ലേ? എല്ലിൻ്റെ ഫാദർ. ഇത് ഫാദറിൻ്റെ ഫാദറാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പി എന്ന് പറയുന്ന ആൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ റിലേഷനെ കാണാൻ പറ്റിയില്ലേ? അപ്പോൾ ഇതേത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തിലൂടെ കാണാൻ സാധിച്ചു? ഈ ഡയഗ്രത്തിലൂടെ കാണാൻ സാധിച്ചു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനിതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നുമില്ല. നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട റിലേഷൻ താണ്ടി ഇതാണ് കേട്ടോ. ഞാൻ ഈ റിലേഷൻ എഴുതുന്നില്ല, വരച്ചങ്ങ് പോവുകയാണ്. എന്താണ്? ആർ ഹാഷ് പി. അപ്പോൾ എന്താണ് ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇവിടെ എന്താ കാണിക്കുക? ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി എന്നല്ലേ? ഈ തന്നിരിക്കുന്ന ലെറ്റർ വെച്ചങ്ങ് ചിന്തിച്ചാൽ മതി. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. ആരുടെ ഡോട്ടറാണ്? പിയുടെ. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. ഇനി എന്താണ്? പി അറ്റ് ഡബ്ല്യു. എന്താണ് പി അറ്റ് ഡബ്ല്യു എന്ന് വെച്ചാൽ? പി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡബ്ല്യു. പി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡബ്ല്യു. ഞാൻ ഈ തന്നിരിക്കുന്ന ലെറ്ററുകൾ ഉപയോഗിച്ച് അങ്ങ് സിമ്പിളുകളെ കണക്ട് ചെയ്ത് പറയാണ്. പി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യു പെർസെൻറ്റേജ് എഫ്. എന്താണ് പെർസെൻറ്റേജ് കാണിക്കുന്നത്? ഡബ്ല്യു ഈസ് ദ സിബ്ലിംഗ് ഓഫ് എഫ്. ഡബ്ല്യു ഈസ് ദ സിബ്ലിംഗ് ഓഫ് എഫ്. ഓക്കെ, ഡബ്ല്യു ഈസ് ദ സിബ്ലിംഗ് ഓഫ് എഫ്. പിന്നെ എന്താ പറയുന്നത്? പിന്നെ എഫ് ആൻഡ് കെ. എഫ് ആൻഡ് കെ എന്ന് വെച്ചാൽ എഫ് ഈസ് ദ മദർ ഓഫ് കെ. എഫ് ഈസ് ദ മദർ ഓഫ് എഫ് ഈസ് ദ മദർ ഓഫ് കെ. എഫ് ഈസ് ദ മദർ ഓഫ് കെ. എത്രയായല്ലോ? എഫ് ഈസ് ദ മദർ ഓഫ് കെ. ഇനി എന്താ? നമ്മൾ ഈ സിമ്പിൾ വരെ ആൻഡ് വരെയുള്ള എല്ലാം റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് ക്വസ്റ്റ്യൻ അവസാനം എന്താ? ദെൻ ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു കെ എന്ന് പറഞ്ഞാൽ കെയുടെ ആരാണ് ആർ എന്നാണ് പറയുന്നത്? കെയുടെ അമ്മയുടെ സിബ്ലിങ്സ് ആണല്ലോ. അമ്മയുടെ സഹോദരിയുടെ മകളാണ്. എന്താ? മദർ സിസ്റ്റേഴ്സ് ഡോട്ടർ. ഓപ്ഷൻ എ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യണം? എന്നോടൊപ്പം ചെയ്ത് പരിശീലിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ജി ഡിക്കും ഇപ്പോൾ ഉള്ള SSC എക്സാമുകൾക്കും ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പറയുകയാണ്. അല്ലാത്ത സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് വരുന്ന മുറയ്ക്ക് അത് പറയാം. എന്താ? ഇതാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. എന്താണ്? ക്യൂ പ്ലസ് ആർ. പറഞ്ഞേ മക്കളെ. ക്യൂ ഈസ് ദ ക്യൂ പ്ലസ് ആർ എന്ന് വെച്ചാൽ എന്താണ്? ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ അല്ലേ? ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. വളരെ സിമ്പിളാണ്. ഇനി ആർ മൈനസ് പി. എന്താണ് ആർ മൈനസ് പി? ആർ ഈസ് ദ ഫാദർ ഓഫ് പി. ആർ ഈസ് ദ ഫാദർ ഓഫ് പി. ഓക്കെ, ആർ ഈസ് ദ ഫാദർ ഓഫ് പി. ഇനി എന്താണ്? പി ഇൻറ്റു എൻ. എന്താ മക്കളെ പി ഇൻറ്റു എൻ? പി ഈസ് ദ ബ്രദർ ഓഫ് എൻ. പി ഈസ് ദ ബ്രദർ ഓഫ് എൻ. ഇനി എന്താ? എൻ മൈനസ് എസ്. എന്താ? എൻ ഈസ് ദ ഫാദർ ഓഫ് എസ്. എൻ ഈസ് ദ ഫാദർ ഓഫ് എസ്. ഓക്കെ, എൻ ഈസ് ദ ഫാദർ ഓഫ് എസ്. എന്താണ് ക്വസ്റ്റ്യൻ അവസാനം ചോദിക്കുന്നത്? ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു എസ് എന്ന് വെച്ചാൽ എസിൻ്റെ ആരാണ് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസിൻ്റെ ആരാണ് ആർ? എസിൻ്റെ ആരാണ്? എസിൻ്റെ ഫാദറിൻ്റെ ഫാദർ അല്ലേ? ഫാദേഴ്സ് ഫാദർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. എസ് ഏത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ്, ഇതേത് ജനറേഷനാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഫൈൻഡ്
നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി എൻ്റെ ഒപ്പം ചെയ്യൂ. എന്താണ് നമുക്കിതാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? ശരി, റെപ്രസെൻ്റ് ചെയ്യാം. എന്താണ് എ സ്റ്റാർ ബി? എന്താണ്? ഇവിടെ തിരിച്ചാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എ സ്റ്റാർ ബി മീൻസ് തിരിച്ചാണ് വരുന്നത്. ബി ഈസ് ദ സൺ ഓഫ്, മറ്റേ അടുത്ത് എ ഈസ് ദ സൺ ഓഫ് ബി എന്നുള്ളിടത്ത് ഇവിടെ ഒരു തിരിച്ചുവരൊക്കെ ഉണ്ട്. എല്ലാം എ സ്റ്റാർ ബി മീൻസ് ബി ഈസ് ദ സൺ ഓഫ് എ അറ്റ് ബി മീൻസ് ബി ഈസ് ദ ബ്രദർ ഓഫ് എ മൈനസ് ബി. രണ്ടാമത്തത് ഒന്നാമത്തതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബി ഈസ് ദ മദർ ഓഫ് എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ ഫാദർ ഓഫ് എ. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ വെച്ച് എടുത്താൽ മതി നിങ്ങൾ. എ സ്റ്റാർ ബി മീൻസ് ബി ഈസ് ദ സൺ ഓഫ് എ, ബി ഈസ് ദ സൺ ഓഫ് എ, ബി ഈസ് ദ സൺ ഓഫ് എ. ക്ലിയർ ആണ്? ബി ഈസ് ദ സൺ ഓഫ് എ. ഇനി എന്താ? ബി പ്ലസ് സി. ബി പ്ലസ് സി എന്ന് പറയാൻ പ്ലസ്സിലോട്ട് പോകണം. അതാ പ്ലസ് ഇവിടെ ആണ്. എന്നിട്ട് സി എ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് പോകണം. സി ഈസ് ദ ഫാദർ ഓഫ് ബി, സി ഈസ് ദ ഫാദർ ഓഫ് ബി, സി ഈസ് ദ ഫാദർ. അപ്പോൾ സി ഫാദർ ആണ് എന്ന് പറയുമ്പോൾ ഇത് ആരാണ് വരുന്നത്? മദർ ആണ് വരുന്നത്. സി ഈസ് ദ ഫാദർ ഓഫ് ബി. വളരെ സിമ്പിളാണല്ലോ. സി ഈസ് ദ ഫാദർ ഓഫ് ബി. ഇനി സി അറ്റ് ഡി. സി അറ്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി അറ്റ് ഡി, ഡി ഈസ് ദ ബ്രദർ ഓഫ് സി, ഡി ഈസ് ദ ബ്രദർ ഓഫ് സി, ഡി ഈസ് ദ ബ്രദർ ഓഫ് സി, ഡി ഈസ് ദ ബ്രദർ ഓഫ് സി. ഇനി എന്തുകൂടെ ഉള്ളൂ? ഡി മൈനസ് സിയും കൂടെ ഉള്ളൂ. എന്താണ് ഡി മൈനസ് സി? ഡി മൈനസ് സി, ഇ ഈസ് ദ മദർ ഓഫ് ഡി, ഇ ഈസ് ദ മദർ ഓഫ് ഡി, ഇ ഈസ് ദ മദർ ഓഫ് ഡി. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ? ഇ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ എയുടെ ആരാണ് ഇ എന്നാണ്. എയുടെ ആരാണ് ഇ? എയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ, മദർ ഇൻ ലോ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ജനറേഷനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. പി ആൻഡ് ക്യൂ മീൻസ് നമ്മളിത് മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇത് ചെയ്യണ്ട. എ ഡോളർ ബി. എന്താണ് എ ഡോളർ ബി? എ ഈസ് ദ മദർ ഓഫ് ക്യൂ, എ ഈസ് ദ മദർ ഓഫ് ക്യൂ അല്ലേ? എ ഈസ് ദ മദർ ഓഫ് ബി അല്ലേ? എ ഈസ് ദ മദർ ഓഫ്, എ ഈസ് ദ മദർ ഓഫ് ബി. ഓക്കെ, ബി ഈസിക്കൽ ടു സി. എന്താണ്? ബി ഈസ് ദ ഫാദർ ഓഫ്, ബി ഈസ് ദ ഫാദർ ഓഫ് സി, ബി ഈസ് ദ ഫാദർ ഓഫ്, ബി ഈസ് ദ ഫാദർ ഓഫ് സി, ബി ഈസ് ദ ഫാദർ ഓഫ് സി. ഓക്കെ, ബി ഈസ് ദ ഫാദർ ഓഫ് സി. പിന്നെന്താണ്? അപ്പോൾ ഒന്നാമത്തെ എന്താ? എ ഡോളർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോളർ ബി, എ ഈസ് ദ മദർ ഓഫ് ബി ആണെന്നു. ബി ഈസിക്കൽ ടു സി എന്ന് വെച്ചാൽ ബി ഈസ് ദ ഫാദർ ഓഫ് സി എന്നാണ്. ഓക്കെ, ബി ഈസ് ദ ഫാദർ ഓഫ് സി എന്നാണ്. പിന്നെന്താണ്? സി ആൻഡ് ഡി. സി ആൻഡ് ഡി എന്ന് വെച്ചാൽ എന്താ? സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി, സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. ഓക്കെ, ഹൗ ഈസ് സി റിലേറ്റഡ് ടു എ? എയുടെ ആരാണ് സി എന്നാണ്. എയുടെ ആരാണ് സി? എയുടെ ആരാണ് സി? എയുടെ ആരാണ് സി? എയുടെ മകൻ്റെ മകൾ, സൺസ് ഡോട്ടർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്നു, ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതൽ ക്വസ്റ്റ്യൻസും സിമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ റയറസ്റ്റ് ആയിട്ടാണ് സെൻറ്റൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതും ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള ദിശയുടെ ഒഫീഷ്യൽ മെയിൻ ചാനലിനകത്ത് കഴിഞ്ഞ വർഷത്തെ ജി ഡിയുടെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്ത സെൻറ്റൻസ് ബേസ് ക്വസ്റ്റ്യൻസും ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ദിശയുടെ മെയിൻ ചാനലിൽ പോയി കഴിഞ്ഞ വർഷങ്ങളിലെ പ്ലേലിസ്റ്റ് 2024ലെയും 2023ലെയും പ്ലേലിസ്റ്റിലെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് പോയി നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ശരി. എന്താണ് എച്ച് അറ്റ് കെ? എന്താണ് എച്ച് അറ്റ് കെ എന്ന് പറയുന്നത്? പറഞ്ഞേ. എച്ച് അറ്റ് കെ എന്ന് പറയുമ്പം എച്ച് ഈസ് ദ ഹസ്ബൻഡ് അല്ലേ? എച്ച് ഈസ് ദ ഹസ്ബൻഡ്, എച്ച് ഈസ് ദ ഹസ്ബൻഡ്, എച്ച് അറ്റ് കെ, എച്ച് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കെ. ഓക്കെ, എച്ച് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കെ. ഓക്കെ, കെ പെർസെൻറ്റേജ് എം, കെ ഈസ് ദ സിബ്ലിംഗ് ഓഫ് എം, കെ ഈസ് ദ സിബ്ലിംഗ് ഓഫ് എം. ഓക്കെ,
K is the sibling of M. M hash P എന്താണ്? M is the father of P. M is the father of P. Okay. P and S. P and S എന്ന് വെച്ച് കഴിഞ്ഞാൽ P is the daughter of S. P is the daughter of S എന്ന് പറയുമ്പം P daughter ആണ്, P പെൺകുട്ടിയാണെന്ന് മനസ്സിലായി, S Pയുടെ അമ്മയാണെന്ന് മനസ്സിലായി. P is the daughter of S. അപ്പോൾ എമ്മിൻ്റെ ഹസ്ബൻഡ്, എസിൻ്റെ ഹസ്ബൻഡ് എം ആണെന്ന് മനസ്സിലായി. ദെൻ ഹൗ ഈസ് S റിലേറ്റഡ് ടു K? S റിലേറ്റഡ് ടു K. എസും കെയും തമ്മിലുള്ള, അപ്പോൾ കെയുടെ ആരാണ് എസ് എന്നല്ലേ? S റിലേറ്റഡ് ടു K എന്ന് വെച്ചാൽ കെയുടെ ആരാണ് എസ്? കെയുടെ ആരാണ് എസ്? കെയുടെ ബ്രദറിൻ്റെ വൈഫാണ്, ബ്രദേഴ്സ് വൈഫ് ഉണ്ട്. ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് റൈറ്റ് ഉത്തരം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ഇനി ഒരു കുറേ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തെങ്കിലേ കറക്റ്റ് അല്ലാത്ത ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്കൊന്ന് നോക്കാം. P പ്ലസ് ക്യൂ എന്താണ്? P പ്ലസ് ക്യൂ, P ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. P ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. Q മൈനസ് എസ്, Q ഈസ് ദ വൈഫ് ഓഫ് എസ്. Q ഈസ് ദ വൈഫ് ഓഫ് എസ്. Q ഈസ് ദ വൈഫ് ഓഫ് എസ്. S plus R. S is the brother of R. S is the brother of R. R into L. R is the son of L. R is the son of L. L division M. L is the husband of M. L is the husband of M. അപ്പോൾ ഇവരുടെ അമ്മയും അച്ഛനും ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. നമുക്ക് നോക്കാം. M is Q sister. M is Q sister. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ബാക്കിയുള്ളത് നോക്കിയേ. M is R's mother. M ആറിൻ്റെ മദറാണ്, ഇത് കറക്റ്റാണ്. P is S wife's brother. P എന്ന് പറയുന്നത് എസിൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്, അതും കറക്റ്റാണ്. Q is R's brother wife. Q is R's brother's wife, അതും കറക്റ്റാണ്. അപ്പോൾ ബാക്കിയൊന്നും നോക്കണ്ട. ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആരാണ് തെറ്റെന്നുള്ളത് കിട്ടി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എ പ്ലസ് ബി കുറേ സിമ്പിളുകൾ തന്നിരിക്കുന്നു. ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ എസ് ഈസ് ദ വൈ. ഇവിടെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്, താഴെ കുറേ എക്സ്പ്രഷൻസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. എസ് ഈസ് ദ വൈഫ് ഓഫ് പി വരുന്നത് ഏതാണ്? എസ് ഈസ് ദ വൈഫ് ഓഫ് പി. ഇവിടെ നേരിട്ട് എസ് ഈസ് ദ വൈഫ് ഓഫ് പി എന്ന് വരണമെങ്കിൽ എസ് മൈനസ് ബൈ ബി എന്ന് വരണം. എസ് ഈസ് ദ വൈഫ് ഓഫ് പി എന്ന് വരണമെങ്കിൽ ഈ എക്സ്പ്രഷനകത്ത് എവിടെയെങ്കിലും എസ് മൈനസ് ബി എന്ന് വരണം. എസ് മൈനസ് ബി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പം നേരിട്ട് ആ രീതിയിൽ തന്നിട്ടില്ല. അപ്പം നേരിട്ട് തരാത്തതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എസ് മൈനസ് പി എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്ലിയർലി മനസ്സിലായതിനെ എസ് ഈസ് ദ വൈഫ് ഓഫ് പി എന്ന്. അപ്പോൾ അത് നേരിട്ട് ഉള്ള ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഇൻഡയറക്ട്ലി തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇൻഡയറക്ട്ലി തരാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ നോക്കൂ, ഇനി നോക്കൂ, എസ് എന്തായാലും വൈഫാണ്. അപ്പോൾ എസ് എന്തായാലും എന്താണ്? ഒരു മൈനസ് ആണ് വരേണ്ടത്, ലേഡിയാണ് വരുന്നത്. അപ്പോൾ എസ് ഈസ് ദ വൈഫ് ഓഫ് പി. എസ് ഈസ് ദ വൈഫ് ഓഫ് പി. എസ് ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എസ് ഈസ് ദ ബ്രദർ എന്നല്ലേ? അപ്പോൾ ഇത് തെറ്റി. ഇനി ആർ ഡിവിഷൻ എസ് എന്താണ്? ആർ ഡിവിഷൻ എസ് എന്ന് എസ് വരുന്നിടത്ത് നോക്കുന്നത് ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് എസിൻ്റെ ഡോട്ടർ ആണെന്നാണ്. അപ്പോൾ എസ് അമ്മയോ അച്ഛനോ ആവാം. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് കൂടെ നോക്കിയാൽ മതി. എന്താണ്? പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ എന്ന് വെച്ചാൽ എന്താ? പി ഫാദർ ഓഫ് ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ആർ. ക്യൂ ആറും ബ്രദേഴ്സാണ്. ആറിൻ്റെ പേരൻ്റാണ്, എസിൻ്റെ മകളാണ് ആറ്. അപ്പോൾ ഇതിനാണ് വരാൻ ചാൻസ് കൂടുതൽ. ഇനി ഇത് നോക്കേ, എസ് പ്ലസ് ക്യൂ. എസ് പ്ലസ് ക്യൂ എന്ന് വെച്ചാൽ എന്താ? എസ് ഈസ് ദ എസ് ഒരിക്കലും പുരുഷനല്ലല്ലോ. എസ് ഇൻറ്റു ക്യൂ എന്താണ്? എസ് ഇൻറ്റു ക്യൂ എസ് ഈസ് ദ ബ്രദർ. അപ്പോൾ ഇത് മൂന്നും അല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. ഇനി ഇത് വളരെ സിമ്പിളാണ്. എന്താ? നിങ്ങൾ നോക്കൂ, പി പ്ലസ് ക്യൂ. ഞാനൊന്ന് വരച്ച് കാണിക്കാം. പി പ്ലസ് ക്യൂ. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. പിന്നെന്താ പറയുന്നത്? ക്യൂ ഇൻറ്റു ആർ. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. പിന്നെന്താ പറയുന്നത്? ലാസ്റ്റ് സെൻറ്റൻസ് എന്താ? ആർ ഡിവിഷൻ എസ്. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ് എന്ന് പറയുമ്പം എസ് ഇവിടെ അല്ലേ വരുന്നത്? അപ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലായി. ഇൻഡയറക്ട്ലി ആണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെ? പിയും എസും ഹസ്ബൻഡും വൈഫുമാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഡയറക്റ്റായിട്ട് എസ് ഈസ് ദ വൈഫ് ഓഫ് പി തന്നിട്ടില്ല എങ്കിലും ഇങ്ങനെ ഇൻഡയറക്ട്ലി അത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ ഇതാണ് വരുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ.
സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ആൻഡ് ഡി, എക്സ് ഡോളർ ഡി എന്താണ്? എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. ഡി ഈസിക്കൽ ടു എം. ഡി ഈസിക്കൽ ടു എം. ഡി ഈസ് ദ സൺ ഓഫ് എം. ഡി ഈസ് ദ സൺ ഓഫ് എം. എം ഇൻറ്റു എൻ. എം ഇൻറ്റു എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഈസ് ദ മദർ ഓഫ് എം ഈസ് ദ മദർ ഓഫ് എൻ. ഓക്കെ, അപ്പോൾ എൻ ഇവിടെ വരും. ആൻഡ് ഹൗ ഈസ് എം റിലേറ്റഡ് ടു എക്സ്? എം റിലേറ്റഡ് ടു എക്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. എം മദറാണ്. ആരുടെ? എക്സിൻ്റെ ആരാണ് എം എന്നല്ലേ? എക്സിൻ്റെ ആരാണ്? മദറാണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഡയഗ്രാംസ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോക്കി വരയ്ക്കാം എന്ന് തുടങ്ങി. ഞാൻ വളരെ സാവകാശമാണ് പറഞ്ഞു തന്നത്. എങ്ങനെ ഡയഗ്രാം വരയ്ക്കാം, എങ്ങനെ സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഓരോ സിമ്പലും എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, എൻ്റെ ഒപ്പം ചെയ്തു പോകാൻ ശ്രമിക്കുക. അപ്പോൾ ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഈ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ദിശയുടെ 5 ബ്രാഞ്ചുകൾ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം 5 ബ്രാഞ്ചുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.